തേങ്ങ പാലിക്കടണേ. തേങ്ങാപ്പാലിക്ക് കുറുമിക്കാണേ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നോമ്പുത്തറ വിശേഷവുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ സിദ്ധിയാക്കുതാ മാംഗോ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഇനിമ്മ ഷിതുമോനെ അപ്പോൾ കൈ അപ്പ ഓരോരുത്തർക്കും ഓരോ സ്പൂണാ. സുനു മുസമ്പി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാല്ലേ. അപ്പോൾ ഇന്ന് ഫ്രൂട്ട്സ് കട്ടിങ് സുനുവാണ്. ജ്യൂസ് അതുപോലെ ലൈമ് സിദ്ധിയാക്കു, അതേപോലെ സിദ്ധിയാക്കുവിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കുറുമി ഉണ്ട് കേട്ടോ. 3-4 മൾബറി ചെറിയ 2 ഇഞ്ചി കഷ്ണം. അപ്പോൾ ഇന്നത്തെ ലൈമക്ക് കുറച്ച് മൽബറി കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് അതാ നമ്മളെ ഷിതുമോൻ എല്ലാത്തിനും ഭയങ്കര സജീവമാണ് കേട്ടോ. അപ്പോൾ മൽബറി നമ്മൾ കുറച്ചേ കേട്ടോ ലൈമിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ലൈറ്റ് ഒരു റോസ് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ലൈമ്. അപ്പോൾ ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ കുറുമിക്ക് നല്ല പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഷിതുമോനും അതിൻ്റെ അടിയിൽ വന്നുകൊണ്ട് എനിക്ക് ഇതിലോട്ട് ഇട്ട് തരുന്നുണ്ട് കേട്ടോ തേങ്ങയൊക്കെ. അപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ബ്രെഡ് റോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് സിമ്പിളാണ്. നമ്മൾ സമൂസക്കില്ല മസാലയൊക്കെ മതി കേട്ടോ ഇതിനും. നമ്മൾ നോമ്പിന് കുറച്ച് കൂടുതലാണല്ലോ എല്ലാവരും മസാലയൊക്കെ ഉണ്ടാക്കി വെക്കൽ. അപ്പോൾ അങ്ങനെ മസാല ഉണ്ടാക്കി നമുക്ക് സമൂസ ഉണ്ടാക്കുക, ബ്രെഡ് റോളൊക്കെ ഉണ്ടാക്കുക. ഇത് സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ സൈഡ് വേണമെങ്കിൽ കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ ബ്രെഡിൻ്റെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ സൈഡൊന്നും കളയണില്ല. അപ്പോൾ സിദ്ധിയാക്കു ചിക്കൻ കുറുമിക്കുള്ള തേങ്ങയാണ് കേട്ടോ അരക്കണത്. ഇനി തേങ്ങ നന്നായി അരിച്ചെടുക്കണം. അതിൻ്റെ പാല് മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. തേങ്ങ പാലിക്കടണേ. തേങ്ങാപ്പാലിക്ക് കുറുമിക്കാണേ. അപ്പോൾ ഇനി ബ്രെഡ് റോൾ നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ബ്രെഡോ റസ്കോ പൊടിച്ചതാണ് കേട്ടോ വേണ്ടത്. ബ്രെഡ് പൊടി. അപ്പോൾ ഇനി റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മുട്ടയിൽ മുക്കിയെടുക്കുക. അതിനുശേഷം പൊടിച്ച് വെച്ചിട്ടില്ല റസ്ക് പൊടിയിലും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക കേട്ടോ. കുറുമേനെ ചിക്കൻ കുറുമ നല്ലോണം തിളക്കട്ടെ. ഒന്ന് തിളക്കുമ്പോൾ ഒന്ന് കട്ടിയാവും, നല്ലോണം കുറുക്കി വരും. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കൻ കുറുമ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. സോസ് ഉണ്ട് ഫ്രിഡ്ജിലാ.
അപ്പോൾ നമ്മൾ നോമ്പിന് ആദ്യമായിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിനെ. അപ്പോൾ സിദ്ധിയാക്ക് പറഞ്ഞു പുട്ട് എങ്ങനെ ശരിയാവും പറഞ്ഞുകൊണ്ട് വെള്ളപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയുള്ളത് അത്താഴത്തിന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ദിവസം ഈ മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വെക്കണ കറിയാണ്ട് എല്ലാവർക്കും ഒരു മടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ കുറുമ വെച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അധികം മല്ലിപ്പൊടിയൊന്നും ഇടൂലല്ലോ. അപ്പോൾ കറി കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം പറഞ്ഞ് നീട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്